ഇന്ന് നമ്മളുള്ള ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇന്ന് ഇവിടെ ട്രീയിൽ ലൈറ്റൊക്കെ കത്തിക്കുന്ന ദിവസമാണ്. അപ്പോൾ അതിന് വേണ്ടി വന്നിരുന്ന ഇവിടെ സാൻഡിനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തവണത്തെ കളർ എന്താണെന്നൊക്കെ അറിയണ്ടേ ട്രീയിൽ ഇട്ടേക്കണത്, എല്ലാം പറയാം. പിന്നെ ഇവർ 1999 2000 തുടങ്ങിയാണ്. അന്ന് 300 ലൈറ്റിൽ തുടങ്ങിയെങ്കിൽ ഇന്നിപ്പോൾ 2000 ലൈറ്റോളം അല്ലെങ്കിൽ സീരീസ് സെറ്റുകളാണ് ഈ ഒരു മരത്തിൽ ഇട്ടിരിക്കുന്നത്. മരത്തിലെ ലൈറ്റ് കത്തിക്കണമെങ്കിൽ കാത്ത് മേളിലൊരാൾ നിൽക്കുന്നുണ്ട്, കണ്ടോ, ചന്ദ്രൻ നിൽക്കുന്നുണ്ട്, റിയൽ ഹീറോയുടെ മേളിൽ നിൽക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഇവിടെ സൗബിൻ ഷാഹിറൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു CD പ്രകാശനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 25 years of hard work. Ladies and gentlemen, this is Knights United for you. Here we go. ഇങ്ങനെ ഇവിടെ ഇത്രയും വലിയ ഫംഗ്ഷൻ നടക്കുമ്പോഴും ഇതൊന്നും എന്നായിട്ടൊരു ബന്ധമില്ലെന്നും പറഞ്ഞ് ഐസ്ക്രീമും കഴിച്ച് നമ്മുടെ കൂട്ടത്തിൽ ഒരു തന്നെ കേട്ടോ. അതും കൂടി ഞാൻ കാണിച്ചാണ്. നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സെറ്റപ്പാണ് റെഡിയാക്കണേ. ഓക്കെ, here we go. നോക്കിയാടാ, നിന്നെ കാണിക്കട്ടെ. ഇവിടെ നോക്കിയെല്ലാം പൊന്നെ, ഇത് എന്താണ്? Yes, this time is yellow. Hurry up. Aha. അപ്പോൾ നമുക്ക് കൊച്ചിക്കാർക്ക് എല്ലാവർക്കും അറിയും, വേണ്ട കേരളീയർക്ക് എല്ലാവർക്കും അറിയാമെന്നാണ് ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിൽ കൊച്ചിയിലെ അവസ്ഥ എന്താണെന്നൊക്കെ. അപ്പോൾ ഇവിടെ ഇത് കാണാൻ വരുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ ഇത്രയും വലിയ ക്രിസ്മസ് ന്യൂ ഇയറായിട്ട് ബന്ധപ്പെട്ട് കുറേ പരിപാടികൾ നടക്കുന്നതാണ് നമ്മുടെ കൊച്ചിയിൽ. അപ്പോൾ ഇത് കാണാൻ വരുമ്പോൾ കുറച്ച് മുൻകരുതലുകളും കൂടി എടുക്കേണ്ടതുണ്ട്. എന്താണെന്നല്ലേ അത് ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ പറയുന്നത്. കണ്ടേ എന്ത് മനോഹരമാണെന്നൊക്കെ ലൈറ്റ് മുഴുവൻ കത്തിച്ച് കഴിഞ്ഞപ്പോൾ ഇനി അപ്പുറത്തെ സൈഡിൽ നിന്ന് മരം മുഴുവൻ കാണുന്ന രീതിയിലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതും കൂടി നിങ്ങളൊന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കി വിഷയം. പിന്നെ ഇവിടെ ഒരു സാൻഡനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ക്രിസ്മസ് ന്യൂ ഇയറിൻ്റെ അന്ന് കത്തിക്കാനായിട്ട് കേട്ടോ. അതും കൂടി ഇതേ കാണിക്കുകയാണ്. ശേഷമുള്ള വിശേഷങ്ങളിലേക്ക് നമുക്ക് വരാം. ഇതാണ്ട ചന്ദ്രൻ മേളിലുണ്ട്, അടിയിൽ നമ്മുടെ ട്രീയിൽ നോക്കി നിൽക്കണതാണ്. ചന്ദ്രൻ മേലെ നോക്കി നിൽക്കുന്ന ടൈമിലാണ് ഇതൊക്കെ കത്തിച്ചത്. കണ്ട അടിപൊളി. പിന്നെ ഏറ്റവും മേളിലൊരു സ്റ്റാർ ഇരിക്കുന്നുണ്ട്, അതൊന്ന് 55 കിലോളം ഉണ്ട്. അതതിൻ്റെ മേളിൽ കയറ്റാൻ പെട്ട പാട്. പിന്നെ അവർ ഈ ലൈറ്റൊക്കെ ഇടുമ്പോൾ ഒരാൾ വിളിച്ച് പറയണ ഞാൻ കേട്ടാണ് പരുന്തിൻ്റെ ശല്യം, പിന്നെ പാമ്പുണ്ടായിരുന്നു മരത്തിൽ. അപ്പോൾ ഇങ്ങനെ പല ഇത് തരണം ചെയ്തിട്ടാണ് ഇവിടെയുള്ള ഈ അംഗങ്ങൾ ഇത് ചെയ്തിരിക്കുന്നവർക്ക് പ്രത്യേകം ഒരു ബിഗ് സല്യൂട്ട് നേരുന്നത്. ഇപ്പോഴും അത് ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നത്. കാരണം ഇത് എന്നാൽ മാത്രമല്ലേ നമുക്കൊക്കെ കാണാൻ പറ്റുള്ളൂ. എന്ന് നീങ്ങണം. പിന്നെ അതായത് യൂട്യൂബറാണെന്ന് തോന്നുന്നു, നമ്മുടെ വരെ ഒരു പ്രൊമോഷന് വേണ്ടി വെച്ചേക്കണേണ്. എന്തായാലും നന്നായി. ഇതുപോലെ പുതിയ പുതിയ ഐഡിയാസൊക്കെ വരട്ടെ. ചാനലിൽ റീച്ച് കയറിയാലല്ലേ അവർക്കും മറ്റുള്ളവർക്കും ഗുണമുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. അതും കൂടി ഓടിച്ചിട്ട് കാണിച്ചാണ്. ഇത് കണ്ട, ഞാൻ അപ്പുറത്തുനിന്ന് ദൂരെ നിന്ന് പോയി എടുത്താണ്. കാരണം ഈ ട്രീ മുഴുവൻ കിട്ടാനായിട്ട്. കണ്ട ഭയങ്കര ക്രൗഡായിരുന്നു കേട്ടോ അവിടെ. ആൾക്കാർ ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ ട്രീയിൽ ലൈറ്റ് കത്തിക്കണ ദിവസം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ പോകുന്നതും നേരിട്ട് കാണുന്നതും.
അതിന് ശേഷം പോയിട്ടുണ്ടെങ്കിൽ അതിന് മുന്നേ പോയിട്ടില്ല. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ മുൻകരുതലുകൾ എടുക്കണമെന്ന് പറഞ്ഞാൽ ഇതാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് 8:30 ഇറങ്ങിയിട്ട് ഞങ്ങൾ തോപ്പുംപടി പാലം എത്തുമ്പോൾ ഏതാണ്ട് 12 മണി കഴിഞ്ഞ്, അതായത് 3.5 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും അതും കൂടി മുൻകൂട്ടി കണ്ടിട്ട് മാത്രം ഫോട്ടോ വെച്ചിലേക്ക് പോകുക. പിന്നെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ആയിട്ടേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.